ശബരിമലയെ തകർക്കാൻ ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ബി.ജെ.പി മുതിർന്ന നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ സർക്കാരോ ദേവസ്വം ബോർഡോ അതേപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് അടക്കം തയ്യാറാവുന്നില്ല. ഈ സ്വർണം എങ്ങനെ പോയി, എവിടേക്ക് പോയി, അതിനൊക്കെ ഒരു മാർഗരേഖയൊക്കെ ദേവസ്വത്തിന്റെ ബൈലോയിലുണ്ട്. ഇതൊന്നും പാലിക്കാതെ ആ സ്വർണം ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനായിട്ട് BJPയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ചേരുകയാണ്. രാജേട്ടാ, ഈ തുടർച്ചയായിട്ട് ഈ അയ്യപ്പ വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയൊക്കെ പ്രവർത്തനം പോകുന്നില്ല. ഇപ്പം അവസാനമായിട്ട് അയ്യപ്പന്റെ സ്വർണം പോലും കാണാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം എന്നാൽ ദേവന്റെ സ്വത്ത് എന്ന അർത്ഥം. അത് സംരക്ഷിക്കുന്ന ചുമതലയാണ് ദേവസ്വം ബോർഡിനുള്ളത്. ദേവസ്വം ബോർഡ് ആണ് വാസ്തവത്തിൽ ഇതിൻ്റെ കസ്റ്റോഡിയൻ. സകല സ്വത്തിൻ്റെയും കസ്റ്റോഡിയൻ അവരാണ്. പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇതിൻ്റെ ചുമതല? ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈ കഴുകുകയാണ്. ആരുടെയൊക്കെ മേൽ കുറ്റം ചുമത്തി സ്വയം രക്ഷപ്പെടാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ സ്വത്തും സംരക്ഷിച്ചേ മതിയാവും. അതിന് മുട്ടാന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശബരിമലയിലെ എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ദേവസ്വം ബോർഡിനുണ്ട്. അവിടെ കാണുന്ന ഏത് സ്വത്തും ദേവസ്വം ബോർഡിൻ്റേതാണ്. അതിൻ്റെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ്. അതിലെന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് അവരാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്ഥിതി എന്താണ്? നേരാമണ്ണം ഓഡിറ്റില്ല, രേഖയില്ല, ബുക്കില്ല, രജിസ്റ്ററില്ല, യാതൊരുവിധ കണക്കുകളുമില്ല. ഇതൊന്നും അവിടെ ഇല്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തിയിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. അതുപോലെ പരിശോധനയുണ്ടോ? തിരുവാഭരണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ തിരുവാഭരണമാണ്, ഭഗവാന്റെ ആഭരണമാണ്. വളരെ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കണക്കെടുപ്പ് നടക്കാറുണ്ടോ? ഇല്ല. എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതെല്ലാം സംഭവിക്കുന്നത് കുറ്റകരമായ വീഴ്ചയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളിൽ നിന്നും ഈ കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചേ മതിയാകൂ. ഇത് സംബന്ധമായിട്ടുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കേസുകളുടെയും ഒന്നാം പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇനി രണ്ടാമതായി, ഇത് അവിടെ കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും സുതാര്യതയുണ്ടോ? അതുമില്ല. ഒന്ന്, വ്യവസ്ഥയില്ല, സുതാര്യതയില്ല, കാർക്കശ്യമില്ല, യാതൊരു വിധത്തിലുള്ള അച്ചടക്കവുമില്ല. അതുകൊണ്ട് ആർക്കും എങ്ങനെയും എപ്പോഴും എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയാണ്. വാസ്തവത്തിൽ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഇതിനൊക്കെയാണോ? ഒരു കവനന്റിൽ ഒപ്പിട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് രൂപീകരിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര ധർമ്മസ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ഈ സ്വത്തുക്കൾ എല്ലാം പണ്ടുണ്ടായിരുന്ന രാജഭരണകാലത്തുണ്ടായിരുന്ന മുഴുവൻ ഏറ്റെടുത്ത് അത് സുരക്ഷിതമായി സംരക്ഷിച്ച് നിലനിർത്തിക്കൊള്ളാം എന്ന പ്രതിജ്ഞയുണ്ട്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് മറ്റാരോ ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അവരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്നാണ്. തീർച്ചയായിട്ടും അവരാരും ഇതിൻ്റെ ഉത്തരവാദികളല്ല. ആണെങ്കിൽ തന്നെ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, മറ്റുദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ ഇവിടെ 1998 മല്യ അവിടെ വിജയ് മല്യ അവിടെ സ്വർണം 30.3 കിലോ സമർപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അക്കൂട്ടത്തിലാണ് ദ്വാരപാലകൻ്റെ ആ വിഗ്രഹവും സ്വർണം പൊതിഞ്ഞത്. സ്വർണ്ണപ്പാളികളിലാണ് പൊതിഞ്ഞത് എന്ന് അത് കോൺട്രാക്റ്റ് എടുത്ത ആളും പറയുന്നുണ്ട്, അത് പരിശോധിക്കാൻ വേണ്ടി വന്ന ആളും പറയുന്നുണ്ട്, അതിൻ്റെ അവസാനത്തെ അത് മുഴുവൻ സർട്ടിഫൈ ചെയ്ത ആളും പറയുന്നുണ്ട്. അത് മുഴുവൻ വ്യക്തമായി ബോധ്യപ്പെട്ട് അത് ഏറ്റുവാങ്ങിയതായിട്ടുള്ള റെക്കോർഡും ഉണ്ട് എന്നാണ് അവരെല്ലാം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എവിടെ പോയി? നമുക്കറിയാമല്ലോ, ആ ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമല ക്ഷേത്രത്തിൽ അവിടെ നടക്കുന്ന ചടങ്ങുകളുടെയും അതുപോലെ ഹരിവരാസനം ചൊല്ലുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്നതാണ്. ഫോട്ടോഗ്രാഫ് എല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്.
അപ്പോൾ 2018-ലും 19-ലും എനിക്ക് ആദ്യ കാലയളവിലെല്ലാം മാസപൂജയ്ക്കൊക്കെ ഇത് കണ്ടവരാണ്, ഭക്തജനങ്ങൾ എല്ലാവരും കണ്ടവരാണ്. അവിടെ പോയിട്ടുള്ളവരെല്ലാവരും പറയും ഞങ്ങളിത് കണ്ടിട്ടുണ്ട്, സ്വർണ്ണപ്പാളിയിൽ ആ വിഗ്രഹം, ആ ദ്വാരപാലകന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അവർ എല്ലാ ഭക്തജനങ്ങളും പറയുകയാണ്. അപ്പോൾ 2019 വളരെ പെട്ടെന്ന് ഇതെങ്ങനെ അപ്രത്യക്ഷമായി? എങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പായി മാറി? ഇതാണ് ചോദ്യം. ചെമ്പായി മാറാൻ എങ്ങനെ ഇത് മാറി എന്നുള്ളതിനെക്കുറിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മിണ്ടുന്നില്ല, അന്നത്തെ കമ്മീഷണർ മിണ്ടുന്നില്ല, തിരുവാഭരണ ഓഫീസർ കമ്മീഷണർ മിണ്ടുന്നില്ല, അന്നത്തെ ദേവസ്വം ഭാരവാഹികൾ ആരും അതേക്കുറിച്ച് മിണ്ടുന്നില്ല, മന്ത്രിയും പറയുന്നില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തെപ്പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്തക്ക രീതിയിൽ ഒരു ഉത്തരം നൽകാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതിനു മുമ്പ് ഇവിടെ ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറയുന്നു ശബരിമലയിൽ നിന്ന് പലതും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ പല മോഷണങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ വ്യക്തമല്ലേ? അപ്പോൾ മുമ്പ് ഒരു ദേവസ്വം മന്ത്രി ഇപ്പോൾ വളരെ വ്യക്തമായി ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സുതാര്യമായ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്, അർത്ഥമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്? ഇതേക്കുറിച്ച് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? മുഖ്യമന്ത്രി എന്താണ് പ്രതികരിക്കാത്തത്? മുഖ്യമന്ത്രിയും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഒക്കെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വാചാലമായിട്ടാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദിവസവും പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആഗോള പ്രശസ്തി നേടിയെടുക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞ് ശബരിമലയെപ്പറ്റി പുകഴ്ത്തുന്നു, അയ്യപ്പ വിശ്വാസത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു, എന്തെല്ലാമായിരുന്നു പറയുന്നു. അവർക്കാർക്കും ഇപ്പം മിണ്ടാട്ടമില്ല, അവർക്കാർക്കും വ്യക്തമായൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിൽ മാത്രം നിൽക്കുന്നതാണോ ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള കഥകളെല്ലാം, സംഭവങ്ങളെല്ലാം? അല്ല. അദ്ദേഹം നല്ല കരുത്തനായ, നല്ല സ്വാധീനമുള്ള, ഏവരുടെ അടുക്കലും പോയി കാര്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ട്. മുഖ്യമന്ത്രിയോടൊപ്പം ചിത്രം എന്ന് പറയുന്നത് കേവലം ഒരു സെൽഫി എടുത്തതല്ലല്ലോ. മുഖ്യമന്ത്രിയുമായി കാര്യമായി സംസാരിക്കുന്ന വീഡിയോ ചിത്രം മണിക്കൂറുകളോളം സംസാരിക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്? അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. എത്ര ലോക്യമായി, വളരെ സൗഹാർദ്ദപരമായിട്ട്, വളരെ അടുപ്പമുള്ള ഹൃദയബന്ധമുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണ് ചിത്രം നമുക്ക് കണ്ടാൽ തോന്നുക. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കേണ്ടതാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയായിട്ടാണ് ബന്ധം? ഇത് സംസ്ഥാനത്തിന് പുറത്തും ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിന് പുറത്തു പോയിട്ടുണ്ട്. അതോ ഇനി മറ്റു നിരവധി സ്ഥലങ്ങളിൽ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ടോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CBI അന്വേഷണം ആവശ്യമാണ്. കാരണം സംസ്ഥാനാന്തര ബന്ധമുള്ള നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതൊരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളുകള്ളികൾ മുഴുവൻ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു ഇത് സംബന്ധിച്ച് എന്നറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ, വിശദമായ, വിദഗ്ധമായ, വ്യാപകമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ശാസ്ത്രീയമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്ന് പറയുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ വസ്തുക്കൾ, അല്ലെ ക്ഷേത്രത്തിലുള്ള സ്വർണ്ണമൊക്കെ ആ മതിൽക്കെട്ടിന് പുറത്ത് കൊണ്ടുപോയിട്ട് അറ്റകുറ്റപ്പണി നടത്താനായിട്ടൊക്കെ അധികാരമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ ഇവർ ഇങ്ങനെ ചെയ്യാനായിട്ടുണ്ടായ ഒരു സാഹചര്യം? ദേവസ്വം മാനുവലിൻ്റെ 1ാമത്തെ വോളിയത്തിൻ്റെ 11ാം അധ്യായത്തിൽ വളരെ 38ാമത്തെ വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദേവസ്വം വക സ്വത്തുക്കൾ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും സാധന സാമഗ്രികൾ വേണ്ട വിധത്തിൽ അത് രൂപകൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഭേദഗതി വരുത്തണമെന്നുണ്ടെങ്കിൽ, അതിനാവശ്യമായിട്ടുള്ള പണികൾ, നിർമ്മാണ ജോലികൾ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇരുന്ന് തന്നെ ചെയ്യണം. ഇത് ദേവസ്വം മാനുവലുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എന്താ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ 7-8 സാധന സാമഗ്രികൾ ഞങ്ങൾ ഇതിന് പുറത്തു കൊണ്ടുപോയി ചെയ്തു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം മാനുവൽ ലംഘിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് താൻ ദേവസ്വം മാനുവൽ ലംഘിച്ചു. 2, ഹൈക്കോടതി വിധി ലംഘിച്ചു. ഹൈക്കോടതി വിധി 2023 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് സാധന സാമഗ്രികളും അവിടെ നിന്ന് കൊണ്ടുപോവുകയോ മാറ്റുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അത് ഹൈക്കോടതിയുടെ അംഗീകാരം വാങ്ങിക്കണം. സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദവും അറിവും കൂടാതെ അതൊന്നും മാറ്റാൻ പാടില്ല എന്നുള്ള വിധിയുണ്ട്. അപ്പോൾ ഹൈക്കോടതി വിധി ലംഘിച്ചു, ദേവസ്വം മാനുവലിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല. ഇങ്ങനെ വളരെ വ്യക്തമായ ലംഘനങ്ങൾ, വാസ്തവത്തിൽ ധ്വംസനങ്ങളാണ്
ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നുണ്ട്. അദ്ദേഹം രാജിവെച്ചൊഴിയണം. ആ ബോർഡ് രാജിവെച്ച് പോകേണ്ടതാണ്. ദേവസ്വം ബോർഡ് എന്തിനാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ ഒരു ഭക്തൻ സമർപ്പിക്കുന്നത്? ഇവരെ വിശ്വസിച്ചുകൊണ്ടാണ്. ദേവസ്വം ബോർഡ് കാവൽക്കാരായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങളും ഇതിന് ഉത്തരവാദികളാണ്. ഇപ്പോൾ കൊണ്ടുപോയതും ശരിയല്ല. ഇപ്പോൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം വ്യവസ്ഥകൾ ലംഘിച്ചയാളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് കൊണ്ടുപോയ സന്ദർഭത്തിൽ വേണ്ട വിധത്തിൽ ഇത് കൈകാര്യം ചെയ്ത ആളല്ല എന്ന് ദേവസ്വം ബോർഡിന് വളരെ നന്നായിട്ട് അറിയാവുന്നയാളാണ്. ഇതിന് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാണ് ദേവസ്വം ബോർഡിൽ 2019 കൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വെച്ചത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ലംഘനങ്ങൾ നടത്തിയിട്ടുള്ള ആളിനെ തന്നെ വീണ്ടും ഈ 2025 അതേ ഗോളക, അതേ ദ്വാരപാലകൻ്റെ ഗോളക സുവർണ പാളികൾ പതിച്ച അത് കൊടുത്തുവിടുകയാണ്. സ്വർണ്ണം പൂശത് കൊടുത്തുവിടുകയാണ്. അതിനാരാ ഉത്തരവാദി? അതിന് ദേവസ്വം ബോർഡിൽ ഉത്തരവാദി. അപ്പോൾ എല്ലാവിധത്തിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള, കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് വാസ്തവത്തിൽ ഇനി ഒരു നിമിഷം പോലും തുടരാൻ പാടില്ല. ഒരു CBI അന്വേഷണത്തിലൂടെ ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവർക്കൊക്കെ അന്തർ സംസ്ഥാനം മാത്രമല്ല അന്തർദേശീയ ബന്ധങ്ങൾ പോലും ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായി എന്ത് സംഭവിച്ചു എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെച്ചൊഴിയണം. അതേപോലെ തന്നെ ഒരു പ്രധാന ആവശ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ്. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു K. സജീവ്, ജനം, തൃശ്ശൂർ.